പരമ്പരാഗത കാർഷിക കുടുംബാംഗമായ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കുന്നംപുറത്ത് ആരവം വീട്ടിൽ രാമചന്ദ്രൻ പിള്ളയുടെയും സുമതി അമ്മയുടെയും ഏക മകനായ ഗോപകുമാർ തേനീച്ചകളോടുള്ള ചങ്ങാത്തം തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിയുന്നു. വീടിനോട് ചേർന്നുള്ള തൊടിയിൽ ഏതാനും കോളനികൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഗോപകുമാർ തേനീച്ച വളർത്തൽ ആരംഭിച്ചത്. കലാലയ വിദ്യാഭ്യാസത്തിനു ശേഷം തേനീച്ചകളോടുള്ള ഇഷ്ടമൂലം സ്വന്തമായി തന്നെ തേനീച്ച വളർത്തലും തേനെടുക്കലും തുടങ്ങി. 50 തേനീച്ച പെട്ടിയിൽ തുടങ്ങിയ ഗോപൻ ഇപ്പോൾ ജില്ലയുടെ വിവിധ പഞ്ചായത്തുകളിലായി 5000-ഓളം തേനീച്ച പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റിംഗ്ലെസ് ബി, ഒരു ചെറുതേനീച്ചയുടെ സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്, അല്ലെങ്കിൽ 2.5 അടി. 2.5 അടി നീളവും പിന്നെ ഈ സ്റ്റാൻഡ് കറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ തേനീച്ചക്കൂട് വയ്ക്കേണ്ടത് തറയിൽ വയ്ക്കുമ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഷിക സർവകലാശാലയുടെ സഹായത്തോടു കൂടി വർഷങ്ങളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്റ്റിംഗ്ലെസ്സിൻ്റെ 14x4 എന്ന അളവിലുള്ള കേരളത്തിലുടനീളം കാണപ്പെടുന്ന സർക്കാർ ഏജൻസികളെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു തേനീച്ചക്കൂടാണ് ഈ 14x4. അതിൻ്റെ ഒരു MD ബോക്സാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ തേനീച്ചയെ വെക്കുന്നത്. ഇതുപോലത്തെ പെട്ടികളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തൊരു തേനീച്ച വെച്ചിട്ടുള്ള പെട്ടിയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡിൽ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു തേനീച്ച വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് തറയിൽ നമ്മളിങ്ങനെ ഉറപ്പിച്ച് വയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഈ കാണുന്ന ഭാഗം മണ്ണിൽ തട്ടിയിരിക്കണം, അപ്പോൾ ഇത് കറങ്ങാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് പന്നിയോ പട്ടിയോ ഒക്കെ ഇങ്ങനെ പോകുന്ന വഴി ഇതിനെ തട്ടിക്കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ എൻട്രൻസ് ഇങ്ങനെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അടിയിലൊരു പട്ട വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പട്ടയുടെ ഭാഗം അടിയിൽ വരത്തക്ക രീതിയിൽ ഇതിനെ ഉറപ്പിക്കുക. അപ്പോൾ ഈ ചെറുതേനീച്ചക്കൂടുകൾ നമ്മൾ വാങ്ങേണ്ട സമയം എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ വരുന്ന സീസണിൽ തന്നെ നമുക്ക് തേനെടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ നമുക്ക് തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം 12 മാസത്തെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. അതിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് നമുക്ക് തേൻ ഉൽപ്പാദന കാലം. ആ തേൻ ഉൽപ്പാദന കാലത്തിൽ നമ്മൾ എഫിസ് മെല്ലിഫ്ര എന്ന് പറയുന്ന ഇറ്റാലിയൻ തേനീച്ചയും എപ്പിസെറാന എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയും നമ്മൾ ഫെബ്രുവരി 5 മുതലോ അല്ലെങ്കിൽ ജനുവരി അവസാനം മുതലോ നമ്മൾ തേനെടുത്ത് തുടങ്ങും. പക്ഷേ ചെറുതേനീച്ചയാണെങ്കിൽ നമ്മൾ തേനെടുക്കേണ്ട സമയം മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. കാര്യം തേനെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ചെറുതേനീച്ചകൾക്ക് തേൻ ശേഖരിക്കുന്നതിനായി വീടിനോട് ചേർന്ന് ഒരു വലിയ പൂന്തോട്ടവും ഗോപകുമാർ തയ്യാറാക്കിയിരിക്കുന്നു. 4 മണി പൂക്കൾ പോലെ ചെറു പൂച്ചെടികളാണ് ഏറെയും. അധികം പറന്ന് ബുദ്ധിമുട്ടാതെ ഗോപകുമാറിന്റെ ചെറു തേനീച്ചകൾക്ക് തേൻ ശേഖരിക്കാനുമാകുന്നു. ചെറു തേനീച്ചകളുടെ തേനുറിഞ്ചിക്കുഴൽ മറ്റ് തേനീച്ചകളുടെ തേനുറിഞ്ചിക്കുഴലിനേക്കാൾ വളരെ ചെറുതായതിനാൽ ചെറിയ പൂക്കളിൽ നിന്ന് അനായാസം തേനെടുക്കുവാൻ അവയ്ക്ക് കഴിയുന്നു. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ പിരിച്ചിവിടെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിരുന്നു. ആ ടേപ്പാണ് ഞാനിപ്പോൾ ഇളക്കി മാറ്റുന്നത്. ടേപ്പ് ഇളക്കി മാറ്റി അതിനുശേഷം നമ്മൾ ഈ വെയിൽ തലയിലൂടെ ഇടണം. നമ്മുടെ കണ്ണിലും മൂക്കിലുമൊക്കെ തേനീച്ച കുത്താതിരിക്കാൻ വേണ്ടി, തേനീച്ച ഒന്ന് കടിക്കാതിരിക്കാൻ വേണ്ടി, കുത്തുകയല്ല കടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഈ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. നല്ല സ്ട്രോങ് കോളനിയാണ്. നമ്മൾ ആദ്യമേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഗോളങ്ങളെ, മെഴുകൊണ്ടുള്ള ഗോളങ്ങളെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ചെറു തേനീച്ചകൾ തേൻ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് അടകളിലല്ല,
മരപ്പശയും തേനീച്ചയുടെ ഉമിനീരും ചേർന്നുള്ള ഔഷധമൂല്യമുള്ള പ്രൊപ്പോളിസ് എന്ന ഒരു പ്രത്യേകതരം പദാർത്ഥം കൊണ്ടാണ്. ഇതെല്ലാം ചെറുതേനിൻ്റെ ഔഷധ ഗുണം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ ഈ നല്ലവണ്ണം കട്ട് ചെയ്ത് സ്റ്റീൽ കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഈ മെഴുകിൽ നിറച്ചിരിക്കുന്ന ഗോളങ്ങളിൽ നിറച്ചിരിക്കുന്ന ഹണി നമ്മളിങ്ങനെ എടുത്ത് ഇതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് മാറ്റും, ഈ ടിന്നിലേക്ക് മാറ്റും. ഈ ഹണി ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ പൊക്കിയെടുത്ത് ഇതിനകത്തേക്ക് ഇങ്ങനെ തേനെടുക്കുന്ന വേളകളിലും തേനീച്ച യൂണിറ്റ് വേർതിരിക്കുന്ന വേളയിലും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആവശ്യം മിച്ചം വരുന്ന തേനെ നമ്മളിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് നമ്മളിങ്ങനെ വടിച്ച് ഈ കുപ്പിയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് ഇതിനകം തുടയ്ക്കണം. എന്നിട്ട് നമ്മളിതിനെ നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് വീണ്ടും നമ്മളിതിനെ ഈ ഭാഗം ഇങ്ങനെ ഒപ്പി നമ്മൾ ഈ തേനെടുത്ത ഭാഗത്തുള്ള തേനെല്ലാം നമ്മൾ ഈ തുണിയിൽ ഒപ്പിയെടുക്കണം. അല്ലെങ്കിൽ കുഞ്ഞീച്ചകളൊക്കെ വീണ് ചത്തുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ തേനെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ റാണി ക്വീനെ നമ്മൾ നഷ്ടപ്പെട്ടു പോവാതെ എടുത്ത് മാറ്റി വയ്ക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേനെടുക്കുമ്പോൾ ഇതിനകത്താണ് ആയിപ്പോയി കഴിഞ്ഞാൽ ഈ റാണി ചത്തുപോയി കഴിഞ്ഞാൽ ഈ കൂട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതാണ് അതിൻ്റെ റാണി ഈച്ച. അതിൻ്റെ ഉദരഭാഗത്ത് കണ്ട നല്ല വെറുവിളാന്നിരിക്കും, ചെറിയ വരകളുണ്ട്. മറ്റ് തേനീച്ചയെ പോലെ ഇതിന് പറന്നു പോകാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ഈ കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മുട്ടയിടുന്ന ഇതിലേക്ക് അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കൂട് വിട്ടു പോകാൻ പറ്റത്തില്ല. പിന്നെ പുതിയതായിട്ട് ഉണ്ടാകുന്ന റാണിയാണ് ഇതിൽ നിന്ന് കൂട് വിട്ടു പോകുന്നത്, ഗൈനി എന്ന് പറയുന്നത്. ഇന്ത്യൻ തേനീച്ച കൂട്ടിലാണെങ്കിൽ നിലവിലുള്ള റാണി കൂട് വിട്ടു പോകുമ്പോൾ ചെറുതേനീച്ച കൂട്ടിലാണെങ്കിൽ പുതിയതായിട്ട് വിരിഞ്ഞു വരുന്ന റാണിയാണ് കൂട് വിട്ടു പോകുന്നത്. വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാലിക്കൂടിൻ്റെ ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ്. റാണിയെ കേടുകൂടാതെ ഇതിനകത്തേക്ക് മാറ്റി വെച്ചു. ഇത് പറന്നു പോകത്തില്ല. ഇതിനകത്ത് റാണി സെല്ല് രൂപാന്തരപ്പെട്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കപ്പാണ് ദാണ്ട് ഈ കെട്ടി വരുന്നത്. ഇത് റാണി സെല്ല് ഉണ്ടാക്കാനുള്ള കപ്പാണ്. ഇതിനകത്ത് ഇനി റാണി കയറി മുട്ടയിട്ട് റോഡ് ജെല്ല് നിറച്ചതിന് ശേഷം റാണി കയറി മുട്ടയിടണം ഈ കപ്പിനകത്ത്. അപ്പോൾ ഇതിനകത്തൊരു ഈ കൂടിന് രണ്ടായിട്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം റാണി മുട്ട ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഇതിനകത്ത് റെഡിയായി വരും. ഇതാണ് റാണി മുട്ടയുടെ കപ്പ്. ഈ കപ്പ് റെഡിയായി റാണിയായി വന്നു കഴിഞ്ഞാൽ ഈ റാണിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കൂട് ഡിവിഷൻ ചെയ്യാവുന്നതാണ്. അണുബാധ ഉണ്ടാകാത്തതും അതീവ ശുചിയുള്ളതുമായ പെട്ടിയിലേക്ക് വേണം പുതിയ തേനീച്ച കുടുംബത്തെ മാറ്റി പാർപ്പിക്കേണ്ടത്. ഇപ്പോൾ മെയ് മാസമാണ്. ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഈ മുട്ട ഫോം റെഡിയായി വരും. ഏകദേശം ഒരു 58 ദിവസം വേണം ഈ മുട്ട റെഡിയായ ശേഷം വിരിഞ്ഞ് വരാനായിട്ട്. നമ്മൾ ഇന്ത്യൻ തേനീച്ചയ്ക്കാണെങ്കിൽ ഒരു 10-12 ദിവസം കൊണ്ട് വിരിഞ്ഞ് വരും. ഒരു 58 ദിവസമൊക്കെയാണ്. 50-55 മുകളിലാണ് വിരിഞ്ഞ് വരുന്നത്. 58 ദിവസം വരെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ട ആയി കഴിഞ്ഞാൽ ഈ മുട്ടയുള്ള പീസും ഇവിടെ വെച്ചിട്ട് റാണിയുള്ള പീസും ഈ റാണിയും കൂടെ ഈച്ചയെ പകുതി അതിനകത്ത് കയറ്റിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോളനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം റാണിയെ ഒരു കേടും വരാതെ തിരിച്ച് ഈ കൂട്ടിലാക്കുക എന്നുള്ളതാണ്. റാണിക്ക് ഒരു കേടും വരാതെ ഒരു മുട്ട എന്തെങ്കിലും വെച്ച് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഇതെല്ലാം നമ്മൾ തേനെടുത്ത് കഴിഞ്ഞതിന് ശേഷം റാണിയെ ഇതിനകത്തേക്ക് ഇറക്കി വിടുകയാണ്. ഇതിനകത്തേക്ക് മുട്ടയ്ക്കകത്തേക്ക് റാണി ഇറക്കി വിട്ടു. എന്നിട്ട് ഈ കൂട് നമ്മൾ തിരിച്ച് അതേപോലെ കുറച്ച് തേൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് മഴക്കാലത്ത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഈ കൂടിനെ അതേപോലെ അടച്ച് നമ്മളിപ്പോൾ ഈ കൂട് തുറന്ന് നമ്മൾ പരിശോധിച്ചു. ഇതിനകത്ത് തേനെടുത്തു. ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കൂടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതിനകത്ത് ക്യൂൻ ബി ഓക്കെ ആണെങ്കിൽ ക്യൂൻ ഓക്കെ എന്ന് എഴുതും. ക്യൂൻ സെല്ല് ഉണ്ടെങ്കിൽ ആ ക്യൂൻ സെല്ല് ഓക്കെ എന്ന് എഴുതും. ആയി വരുന്നുണ്ട്, ക്യൂൻ സെൽ ആയി വരുന്നുണ്ട് എഴുതും. പിന്നെ നമ്മൾ തേനെടുത്തൊരു ഡേറ്റ് എന്നാണ് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ആ ദിവസത്തെ ഒരു ഡേറ്റ് ഇതിനകത്ത് എഴുതിയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കൂട് പരിശോധിച്ചതും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ടേപ്പിനകത്ത് എഴുതുന്നതുകൊണ്ട് ഈ ടേപ്പ് അങ്ങ് ഇളക്കി കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരിക്കലും നമ്മൾ തേനെടുത്ത് കഴിഞ്ഞാൽ ഈ പെട്ടി തല തിരിച്ച് വയ്ക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഈ ടോപ്പ് എന്ന് പറയുന്ന ഭാഗം എപ്പോഴും മുകൾ വശത്ത് തന്നെ നിൽക്കണം. ഇനി മഴക്കാലമാണ് വരാൻ പോണത്. മഴക്കാലത്ത് നമുക്ക് ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ കൂടിൽ ഫംഗസ് ബാധയുണ്ടായി കൂട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഇതിന് മഴ നനയാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് നല്ല കവറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കവറിട്ട് നമ്മൾ വള്ളി ഉപയോഗിച്ച് നമ്മളിതിനെ കെട്ടാണ്. നമ്മൾ സംസാരത്തിൽ കൂടി ആശയവിനിമയം നടത്തുമ്പോൾ തേനീച്ചകൾ ബീ ഡാൻസിങ്ങിലൂടെയാണ് ആശയവിനിമയം ചെയ്യുക. ഹോർട്ടികോർപ്പ് പോലുള്ള സർക്കാർ നോഡൽ ഏജൻസികൾ ചെറുതേനീച്ചകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാർക്ക് യഥേഷ്ടം വളർത്താൻ കഴിയുന്ന ഒന്നാണ് ചെറുതേനീച്ച.
5ഓളം ഇനത്തിൽപ്പെട്ട ചെറു തേനീച്ചകൾ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ ചെറുതേനീച്ചയിൽ അരക്കി എന്ന് നമ്മുടെ മൂപ്പന്മാരും അങ്ങനെയുള്ള വനത്തിൻ്റെ മേഖലകളിൽ താമസിക്കുന്ന ആദിവാസികളൊക്കെ പറയുന്ന ഒരിനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ എൻട്രൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ വാതിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് തേനീച്ചകളിൽ നിന്നും വ്യത്യസ്തമാണ്. കാര്യം എൻട്രൻസിൽ പൊടിയോ മറ്റൊന്നും കൊണ്ടുവയ്ക്കത്തില്ല. ഇതിന് മറ്റ് തേനീച്ചകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ്. ഇതിൻ്റെ തേനുൽപ്പാദനം എന്ന് പറഞ്ഞാൽ മറ്റ് തേനീച്ചയേക്കാൾ ശരാശരി കൂടുതലാണ്. ഇപ്പോൾ ഒരു 700-800 ഗ്രാമൊക്കെ കിട്ടിയ കൂടുതലുണ്ട്. മറ്റേന് 500 കിട്ടുന്നതെങ്കിൽ തേൻ ഉൽപ്പാദനം കൂടുതലാണ്. തേനും പൂമ്പൊടിയും ഇടകലർത്തിയാണ് ഇത് തേൻ വയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെ കുറച്ച് കൂടുകൾ മാത്രമേ ഒരു കർഷകൻ്റെ കയ്യിൽ കാണുള്ളൂ. എനിക്ക് 1000ഓളം കൂടുകളുള്ളതിൽ ഒരു 10-30ഓളം കൂടുകളാണ് ഈ അരക്കി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട തേനീച്ച ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേൻ ഗോളങ്ങൾ മറ്റു തേനീച്ചക്കൂട്ടിലെ തേൻ ഗോളങ്ങളെക്കാൾ വലിപ്പമുള്ള ഗോളങ്ങളാണ് വയ്ക്കുന്നത്. പിന്നെ അംഗസംഖ്യ കൂടുതലാണ്. കുറച്ചുകൂടെ വലിയ പെട്ടികളിൽ വളർത്താം. ഈച്ചയുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് ചുമ്മാ നമ്മൾ നടന്നു പോയാൽ പോലും, നമ്മൾ വഴിയെ നടന്നു പോയാൽ പോലും എന്ത് ചെയ്യും, നമ്മളെ കണ്ണിലും മൂക്കിലും ഒക്കെ വന്ന് കടിക്കുന്ന സ്വഭാവമുള്ള ബീസാണ് ഈ അരക്കി എന്ന് പറയുന്ന തേനീച്ച. ഇത് നമ്മുടെ ചുമന്ന കളറിലുള്ള മുട്ട വയ്ക്കുന്ന, എഗ്ഗ് വയ്ക്കുന്ന ഒരു പെട്ടിയാണ്. ഇതിന് നാടൻ ഭാഷയിൽ ചെമ്പൻ കുഞ്ഞെന്നൊക്കെ ചിലരൊക്കെ പറയും. ഇത് നല്ല തേൻ വയ്ക്കുന്ന ജാതിയാണ്. ഇതിൻ്റെ തേൻ വയ്ക്കുന്നതും തേൻ വയ്ക്കാത്തതുകൊണ്ട്. ഇതിൻ്റെ തേൻ കണ്ടില്ലേ, നന്നായിട്ട് തേനുണ്ട്. ഡിവിഷൻ ചെയ്തൊരു കോളനിയാണ്. ഇതിൻ്റെ മുട്ട കണ്ടില്ലേ, നല്ല ചുവപ്പ് കളറായിരിക്കും. തേനിൻ്റെ ഗോളങ്ങൾക്ക് നല്ല ചുവപ്പായിരിക്കും. 3000ഓളം ഇന്ത്യൻ തേനീച്ച പെട്ടികളും ഗോപകുമാർ പരിപാലിക്കുന്നു. എപ്പിസ് സെറാന ഇൻഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നാടൻ തേനീച്ച അഥവാ ഞൊടിയൻ തേനീച്ചയുടെ ഉത്ഭവം ഏഷ്യയാണ്. ഇതിൻ്റെ തേനാണ് വൻതേൻ. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇവയെ കാണാം. ഇന്ത്യൻ തേനീച്ചകൾ പൊതുവെ മഞ്ഞ കലർന്ന കറുപ്പ് നിറമാണ്. മനുഷ്യനോട് വളരെ ഇണങ്ങുന്നതും ശാന്ത സ്വഭാവക്കാരുമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു എപ്പിസെറാന ഇൻഡിക്ക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയുടെ ഒരു കോളനി ഇരിക്കുന്ന ഒരു സൈറ്റിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തേനീച്ചക്കൂടുകളെല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള തേനെടുക്കുന്ന അടകളെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം നമ്മളിതിന് ഫീഡിങ് കൊടുക്കാനായിട്ട് ഒരു പ്ലേറ്റ്, നമ്മൾ ചെടിച്ചട്ടിയുടെ ചുവട്ടിലൊക്കെ വയ്ക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ പഞ്ചസാര സിറപ്പ് കൊടുത്ത് വെച്ചിരിക്കുകയാണ് എല്ലാത്തിലും. അപ്പോൾ അത് നിങ്ങൾ കാണാൻ വേണ്ടി ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കണം. ഇതിനകത്ത് ഞങ്ങൾ സാധാരണ അടപ്പിൽ നിന്നും ശകലം കൂടെ അടപ്പ് പൊക്കം കൂട്ടിയിട്ടുണ്ട്. ഈ അടപ്പിൻ്റെ പൊക്കം കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഇതിനകത്തൊരു ചെടിയുടെ ചുവട്ടിൽ വയ്ക്കുന്നൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്ത് ഇലയെല്ലാം ഒടിച്ചിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഫീഡിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഫീഡിങ് കൊടുക്കും. ഫീഡിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി ജൂൺ ജൂലൈ കഴിഞ്ഞു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിലേക്ക് നമ്മൾ കോളനി വിഭജനത്തിലേക്ക് പോകും. അപ്പോൾ നമ്മളിതിൽ നിന്ന് ഒന്നര വിട്ടുള്ള 3 അടയും റാണിയെയും എടുത്ത് നമ്മൾ വേറൊരു ഇതേ അളവിലുള്ള വേറൊരു പെട്ടിയിൽ വെച്ചിട്ട് ഈ കൂട്ടിലേക്ക് പുതിയ റാണി സെല്ലുകൾ ഉണ്ടായി വരും. ഈ കൂട്ടിൽ ഒരു കൂട്ടിൽ അമ്മ റാണി നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ വേലക്കാരി ഈച്ചകൾ അവരുടെ തലച്ചോറിൻ്റെ ഗ്രന്ഥിയിൽ നിന്നും ഊറി വരുന്ന റോയൽ ജെല്ലി എന്ന് പറയുന്ന ആ പദാർത്ഥം കൊടുത്തിട്ട് ഈ ഇതിനകത്തുള്ള മുട്ട വിരിഞ്ഞ്, റാണി അന്നിട്ട മുട്ട വിരിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞ് വരുന്ന ബീജസങ്കലനം നടന്ന ഒരു പുഴുവിൽ നിന്ന്, മുട്ടയിൽ നിന്നുള്ള ഒരു കുഞ്ഞിന് റോയൽ ജെല്ലി കൊടുത്ത് പുതിയ റാണി ഉണ്ടാക്കും. അപ്പോൾ ആ റാണിയെ, ഇപ്പോൾ ഇതിനകത്തൊരു പുതിയ റാണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കൂട്ടിൽ നിന്ന് ആ റാണി ഇപ്പോൾ ഒരു 5-6 റാണിയൊക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ 10 വരെയൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഈ കൂട്ടിന് ഒരു റാണി മതി. അപ്പോൾ ഇതിൽ നിന്നൊരു റാണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റാണി വിരിഞ്ഞ് 12 ദിവസം ആകുമ്പോൾ, ഇപ്പോൾ 3-4 ദിവസം പ്രായമുള്ള മുട്ട അത് വിരിഞ്ഞ് മുട്ട വിരിയുന്ന ആ ടൈം എടുക്കുമ്പം അത് 12 അന്ന് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഈ റാണി ഒരാഴ്ച കഴിയുമ്പോൾ ഒരു മേറ്റിംഗ് സ്മെല്ല് പുറപ്പെടുവിക്കും. അപ്പോൾ ഈ എപ്പിയറിയിരിക്കുന്ന ഏതെങ്കിലും കൂട്ടിലുള്ള നല്ല ആരോഗ്യമുള്ള വിരിഞ്ഞ് 14 ദിവസം പ്രായമുള്ള നല്ല ഹെൽത്തിയുള്ള ആണീച്ചകൾ പറന്ന് അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുകയും അതിനൊപ്പം ഈ റാണി പോയി ഇണ ചേർന്ന് 10-20ഓളം മടിയനീച്ചയുമായി ഇണ ചേർന്ന സെമൻ മുഴുവൻ ഒരു സഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് അത് കൂട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. എന്നതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്ത് 80% അല്ലെങ്കിൽ 90% മുട്ടകളും വേലക്കാരി ഈച്ചകളുടെ മുട്ടയാണ് ഇടുന്നത്. അങ്ങനെ പുതിയ റാണിയെ കൊടുക്കുന്ന കൂടുകളെ നമുക്ക് കൂടുതൽ ഡിവിഷൻ ചെയ്ത് വിൽക്കാനായിട്ട് പറ്റും. 43 ഇറ്റാലിയൻ തേനീച്ചപ്പെട്ടിയും ഗോപകുമാരനുണ്ട്. എപ്പിസ് മെല്ലിഫെറ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇറ്റാലിയൻ തേനീച്ചകൾ യൂറോപ്യൻ ഇനമാണ്.
ധാരാളം വകഭേദങ്ങൾ ഇവയുടെ വർഗത്തിനുണ്ട്. ഞൊടിയൻ തേനീച്ചകളുമായി രൂപത്തിൽ സാദൃശ്യമുണ്ടെങ്കിലും ഇവയ്ക്ക് വലിപ്പം കൂടുതലാണ്. 3 മുതൽ 4 കിലോമീറ്റർ ദൂരം വരെ പോയി തേൻ ശേഖരിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഇറ്റാലിയൻ തേനീച്ചപ്പെട്ടിക്ക് ഞൊടിയൻ തേനീച്ചപ്പെട്ടികളേക്കാൾ വലിപ്പം കൂടുതലാണ്. മഞ്ഞ കലർന്ന ഗോൾഡൻ കളറാണ് ഇവയ്ക്കുള്ളത്. എപ്പിസ് മെല്ലിഫ്ര എന്ന് പറയുന്ന ലോകവ്യാപകമായിട്ട് വളർത്തുന്ന തേനീച്ചയുടെ ഒരു കൂടാണ്. ഇന്ത്യയും റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ വളർത്തുന്ന തേനീച്ചയുടെ കൂടാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ഇതിന് ഒരു തേനുൽപാദനം എന്ന് പറഞ്ഞാൽ ഇതിന് 200 കിലോ വരെയാണ് ഒരു പെട്ടിയിൽ നിന്ന്. നമ്മുടെ ഇന്ത്യൻ തേനീച്ചയ്ക്ക് 20 കിലോ കിട്ടുമെങ്കിൽ നമ്മുടെ ഇറ്റാലിയൻ തേനീച്ചയ്ക്ക് 200 കിലോ വരെയാണ് ഒരു വർഷത്തിൽ നമുക്ക് തേൻ കിട്ടുന്നത്. ഇത് അതിൻ്റെ ഒരു ചെറിയ കൂടാണ്, വളരെ ഈച്ച കുറഞ്ഞ ഒരു പെട്ടിയാണ്. ഇതിന് ഫീഡിങ് കൊടുക്കുന്നത് ഇതുപോലുള്ള ഇതിനകത്താണ് നമ്മൾ വെച്ചിട്ട് ഇതിന് ഫീഡിങ് കൊടുക്കുന്നത്. തേൻ്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ കൂട് ഇവിടെ കിടന്ന അത് വളർന്നു വരുന്നൊരു ഇതാണ്, ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. റാണിയെ കൊണ്ട് ഇതിനകത്ത് മുട്ടയൊക്കെ കുറവാണ്. ഇതിങ്ങനെ വളർന്നു ഇതിൻ്റെ വലിയ കൂടാകുമ്പോഴത്തേക്ക് മറ്റേ കൂടിൻ്റെ 10 ഇരട്ടി വലിപ്പം വരും. ശരീരവലിപ്പം കൂടുതൽ ഉള്ളതുകൊണ്ട് പക്ഷികളുടെ ആക്രമണം കൂടുതലായി കണ്ടുവരുന്നു. ഇതിൻ്റെ തേനറയ്ക്ക് സാധാരണ അറയേക്കാൾ വലിപ്പം കൂടുതലാണ്. കേരളത്തിൽ എല്ലാ ഭാഗത്തും ഇറ്റാലിയൻ തേനീച്ചയുടെ തേൻ ലഭ്യമല്ല. കാസർഗോഡ് ജില്ലയിലാണ് ഇറ്റാലിയൻ തേനീച്ച വളർത്തൽ വ്യാപകമായി കാണപ്പെടുന്നത്. ഇത് ഇറ്റാലിയൻ തേനീച്ച റാണിയാണ്. നമ്മളതിനെ മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിനകത്ത് നിന്ന് റാണി ഇങ്ങനെ തള്ളി നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ചുമന്ന ശരി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുറേ ഈച്ചകളെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ അവർ റാണിയെ കടിച്ചു കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈച്ചകളെ ആദ്യമേ ഇതിനകത്തേക്ക് കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഈ റാണിയെ നമ്മൾ തിരിച്ച് ഈ കൂട്ടിലേക്ക് കയറ്റിവിട്ടു. ഇനി ഈ ജീവിതകാലം മുഴുവൻ ഈ റാണിയുടെ പുറത്ത് ഈ മാർക്കിംഗ് ഉണ്ടായിരിക്കും. വർഷം മുഴുവൻ ഗോപകുമാരന് തേൻ ലഭിക്കുകയും ചെയ്യുന്നു. സുതാര്യമായ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന സംശുദ്ധമായ തേൻ കുപ്പികളിൽ നിറച്ച് ജഡായു എന്ന നാമധേയത്തിൽ ഗോപകുമാർ വിപണിയിൽ എത്തിക്കുന്നു. ഇന്ന് ആവശ്യക്കാരേറെ ഉള്ളതിനാൽ തേനിൻ്റെ പരിശുദ്ധി പ്രധാനമാണെന്നും അങ്ങനെയുള്ളവയെ ഉപഭോക്താക്കൾ കണ്ടെത്തണമെന്നുമാണ് ഈ തേൻ കർഷകന്റെ നിരീക്ഷണം. നമ്മുടെ ഹണി എടുത്തു കഴിഞ്ഞാൽ നമ്മളിതുപോലുള്ള വലിയ ഡ്രമ്മുകളിൽ സ്റ്റോർ ചെയ്യും. അപ്പം ഈ ഡ്രമ്മുകളിൽ സ്റ്റോർ ചെയ്യുന്ന തേനിന് നമ്മൾ ഏത് ഡേറ്റിൽ കിട്ടിയ തേനാണ്, ഏത് കളറിലുള്ള തേനാണ്, അത് ഇതിനകത്ത് നമ്മളിങ്ങനെ എഴുതി വെച്ചിരിക്കും. അപ്പോൾ നമുക്കൊരാൾ ഗോൾഡ് കളറിലുള്ള തേൻ ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റും കുറച്ച് ഗോൾഡും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ നല്ല ഗോൾഡിലുള്ള തേൻ കൊടുക്കാനായിട്ട് പറ്റും. എപ്പോഴും നല്ല വൈറ്റ് കളറിലുള്ള തേനാണ് നമുക്ക് വേറെ ഏത് തേനിനോടും നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വനമേഖലകളിൽ കിട്ടുന്ന തേൻ എന്ന് പറഞ്ഞാൽ പ്യുവർ കട്ടൻ ചായയുടെ കളറിലുള്ള തേനുകളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഒരു കർഷകർ ചിലർ പറയും ഞങ്ങൾക്ക് ഇത്തിരി ഡാർക്ക് കളറിലുള്ളത് വേണം, ചിലർ ഗോൾഡ് കളറിലുള്ള. അപ്പോൾ ഏത് ഹണിയാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ ആ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിൽ നിന്ന് കൂടെ പിടിച്ച് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ ഈ ക്യാനുകളിലൊക്കെ കിടക്കുന്ന തേനാണ്, ഇതെല്ലാം ഇനി ടാങ്കുകളിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ തേനീച്ച പുഷ്പങ്ങളിൽ നിന്നോ ഇതര ഗ്രന്ഥികളിൽ നിന്നോ ആ മധു എന്ന് പറയുന്ന ആ സാധനത്തെ വലിച്ചെടുത്ത് അതിൻ്റെ ശരീരത്തിലുള്ള വിവിധതരം എൻസൈമുകളുമായി കലർത്തി മറ്റൊരു തേനീച്ചയുടെ വായിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത് ഈ 6 വശങ്ങളുള്ള അറകളിൽ കൊണ്ട് നിറച്ച് വെച്ചതിന് ശേഷം രാത്രി കാലങ്ങളിൽ ചിറക് വീശി അതിൻ്റെ ജലാംശമെല്ലാം ബാഷ്പീകരിച്ച് കളഞ്ഞിട്ടാണ് ഇത് ഫിൽറ്റർ ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഉള്ള അതിൻ്റെ കുതിരഭാഗത്തുനിന്ന് വാക്സ് കാലുകൊണ്ട് മാന്തി എടുത്ത് ആ അടകളെ അടച്ചു വെക്കുമ്പോഴാണ് ഈ മധുരമുള്ള ദ്രാവകം തേനായി മാറുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ അടകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മെഴുക് നമ്മൾ ചെത്തി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ചെത്തി എടുക്കുന്ന മെഴുകിൽ തേനിൻ്റെ അംശം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മളോട് ടാങ്കിൽ കൊതുവല ഇങ്ങനെ നൈസ് വല കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വാർന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഈ തേൻ വീണ് കിടക്കും. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെത്തിയെടുക്കുന്ന അല്ലെങ്കിൽ സീൽ ചെയ്ത തേനിൽ നിന്ന് എടുക്കുന്ന തേനിൻ്റെ ജലാംശം സ്വാഭാവികമായിട്ടും ഒരു 20% ആയിരിക്കും. നല്ല കട്ടിയുള്ള തേനായിരിക്കും നമുക്ക് കിട്ടുക. തേനീച്ച വളർത്തലിലെ ശാസ്ത്രീയ രീതികളെക്കുറിച്ച് അറിയുന്നതിനും പഠിക്കുന്നതിനുമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കാർഷിക സർവകലാശാലകളിലെ
PhD വിദ്യാർത്ഥികളും സയന്റിസ്റ്റുകളും ഇവിടേക്ക് എത്താറുണ്ട്. മികച്ച തേനീച്ച കർഷകനുള്ള 2019 സംസ്ഥാന പുരസ്കാരമായ 1 ലക്ഷം രൂപ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഗോപകുമാറിനെ തേടിയെത്തിയിട്ടുമുണ്ട്. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവജാലങ്ങളിൽ ഒരു ശ്രദ്ധേയ സ്ഥാനം തേനീച്ചകൾക്കുണ്ട്. തേനീച്ചകളെ പരിപാലിക്കുകയെന്നാൽ പ്രകൃതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു എന്ന് തന്നെയാണ്. അതിനപ്പുറം ഈ ഈച്ചക്കുടുംബം നൽകുന്ന കാർഷിക വരുമാനവും ചെറുതല്ല. ഇതെല്ലാം ഇണക്കിച്ചേർത്ത് ഗോപകുമാർ എന്ന ഈ ഗ്രാമീണ സംരംഭക കർഷകൻ നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അത് നൽകുന്ന പ്രേരണയും മാതൃകയും പടരുന്നത് നമ്മുടെ രാജ്യത്തിലാകമാനമാണ്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.